ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് സെൻഡർ ആണ്, അടുത്ത കമ്മ്യൂണിക്കേഷൻ ചാനൽ, റിസീവർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും മെയിൻ ആയിട്ടും വേണ്ടത് എന്താണ്? സെൻഡർ ആണ്. ആ സെൻഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അതെന്താണ്? ഇൻഫർമേഷനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്? റിസീവർ. ആ റിസീവർക്ക് ആ എന്താണ് ഇൻഫർമേഷൻ എന്നും മനസ്സിലായാൽ മാത്രമേ എന്തെങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷനെ പാസ് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താണോ കമ്മ്യൂണിക്കേഷൻ അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം. വേറെ എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അവിടെ റിസീവറിൽ വെച്ചിട്ട് എന്താണ്? ഇലക്ട്രിക് സിഗ്നൽ വീണ്ടും എന്താണ് നമുക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിൾ കമ്മ്യൂണിക്കേഷന്റെ ബ്ലോക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് അല്ലെ? ഇൻപുട്ട് സിഗ്നലിന്റെ എക്സാമ്പിൾ ഏതൊക്കെ ആയിരിക്കും? എക്സാമ്പിൾ ആയിട്ട് എന്താണ്? സൗണ്ട് ആവാം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് ആവാം, ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, ഇമേജ്, വീഡിയോ. ഓക്കെ, ഇതൊക്കെ ആയിരിക്കാം നമ്മളെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ എന്താണ്? നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്താണ്? കൺവേർട്സ് നോൺ ഇലക്ട്രിക്കൽ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, നോൺ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ സൗണ്ട് ആണ് നമ്മുടെ മൈക്രോഫോൺ അല്ലെ? മൈക്ക് എന്താണ് ചെയ്യുന്നത്? സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മള് ഇതിന്റെ ഔട്ട്പുട്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ആയിരിക്കും. ലോ ഫ്രീക്വൻസി. ഓക്കെ, ലോ ഫ്രീക്വൻസി ആൻഡ് ലോ എനർജി. ഓക്കെ, അപ്പോ ഒരു ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ആൻഡ് ലോ എനർജി സിഗ്നൽ ആയി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് ലോ ഫ്രീക്വൻസി ആവുമ്പോൾ നമുക്ക് കുറെ പ്രോബ്ലങ്ങൾ ഉണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പോസിബിൾ അല്ലാതെ വരും. അപ്പോ ലോ ഡിസ്റ്റൻസിനകത്ത് എന്താണ്? നമ്മൾ ലോ ഫ്രീക്വൻസി ആകുമ്പോൾ നമ്മൾ നോർമൽ സൗണ്ട് സിഗ്നൽ ഒക്കെ ലോ ഫ്രീക്വൻസി ആയിരിക്കും, അല്ലെങ്കിൽ ലോ എനർജി സിഗ്നൽ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്ററിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും? ആംപ്ലിഫയർ ഉണ്ടാവും. ഓക്കെ, ആംപ്ലിഫയർ എന്താണ്? ലോ എനർജി സിഗ്നലിനെ ഹൈ എനർജി സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്താ ഉണ്ടാവുക? മോഡുലേറ്റർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത്, നമ്മളെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് അതിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ മോഡുലേറ്റർ ഉപയോഗിക്കുന്നത്. മോഡുലേഷനെ കുറിച്ച് പറയാനുണ്ട്. ഓക്കെ, പിന്നെ അടുത്തെന്തുണ്ടാവും? ഫിൽട്ടർ ഉണ്ടാവും. അൺവാണ്ടഡ് സിഗ്നൽസ് ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഫിൽട്ടർ ഉണ്ടാവും. പിന്നെ അടുത്തെന്താണ്? നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മീഡിയം അല്ലെ? ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ചിലപ്പോൾ ആന്റിന ആയിരിക്കാം, ആന്റിന ഉണ്ടാവും. ഓക്കെ, ആന്റിന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിറ്ററിന്റെ ഔട്ട്പുട്ട് എന്നാണെങ്കിലും ഹൈ ഫ്രീക്വൻസി ആൻഡ് ഹൈ എനർജി. ഓക്കെ, അപ്പോ ഒരു ട്രാൻസ്മിറ്ററിന്റെ ഔട്ട്പുട്ട് എന്നുള്ള ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി സിഗ്നൽ. ഓക്കെ, ഇവിടെ നമ്മൾ ആന്റിന ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആന്റിന എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നലിനെ EM വേവിനെ EM വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇതെന്താ ചെയ്യും? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്? ചാനലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആന്റിന ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആന്റിന ഉപയോഗിക്കാതിരിക്കാം. അപ്പൊ വയർലെസ് ചാനലാവാം, അല്ലെങ്കിൽ എന്താണ്? വയേർഡ് ചാനലാവാം. വയർലെസ് ചാനലാണ് സാധാരണ അവിടെ ആന്റിന ഉപയോഗിക്കുന്നത്. വയേർഡ് ചാനലാണ് അവിടെ ഓപ്റ്റിക്കൽ ഫൈബർ ഒക്കെ, അല്ലെങ്കിൽ കോയാക്സിയൽ കേബിൾ, ഇതൊക്കെ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആന്റിനയാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക്
വേവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സൗണ്ട് ഇത് പറഞ്ഞാൽ ഈ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഈ അറ്റ്മോസ്ഫിയർ ആണ് ഉദ്ദേശിക്കുന്നത്. ചാനൽ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. ആ അറ്റ്മോസ്ഫിയർ ആണ് ഇതിലൂടെയാണ് EM വേവ് പോകുന്നത്. ഓക്കെ, അപ്പൊ EM വേവ് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, അവിടെ ഈ നോയ്സിന്റെ എഫക്ട്, അപ്പൊ ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ നോയ്സിന്റെ എഫക്ട് വരുന്നത് എവിടെ നിന്നാണ്, അറ്റ്മോസ്ഫിയർ ആണ്, അതായത് ചാനലിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാനലിന്റെ ഔട്ട്പുട്ട് അല്ലെ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഇതിന്റെ പ്രത്യേകത ഹൈ ഫ്രീക്വൻസി ആയിരിക്കാം, പക്ഷെ എന്താണ് ലോ എനർജി ആയിരിക്കും, ലോ എനർജി. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ പല കാരണങ്ങളാൽ ഈ നോയ്സിന്റെ എഫക്റ്റും പല ഡിസ്റ്റർബൻസും കാരണം എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും, റെഡ്യൂസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു EM വേവ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റിസീവറിന്റെ ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ റിസീവർ എന്താണ് ഈ സിഗ്നലിനെ എന്താണ് പിടിച്ചെടുത്തു. ഓക്കെ, ഈ സിഗ്നൽ പിടിച്ചെടുക്കുമ്പോൾ ഇതിനകത്തും എന്ത് ചെയ്യുന്നത്, എനർജി ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ആംപ്ലിഫയർ ഇതിനകത്തും ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ ഉണ്ടാകുക, ഇവിടെ മോഡുലേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ എന്താ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്, അതായത് ഹൈ ഫ്രീക്വൻസിയിലെ ലോ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡീമോഡുലേറ്റർ എന്ന് പറയും. ഓക്കെ, ഡീമോഡുലേറ്റർ. പിന്നെ എന്താണ്, ജനറലി ഫിൽട്ടർ ഉണ്ടാവും. ഓക്കെ, ഫിൽട്ടർ എന്താ ചെയ്യുന്നത്, നമ്മളെ നോയ്സ് അല്ലെ അൺവാണ്ടഡ് സിഗ്നൽസിനൊക്കെ എന്താണ് നമ്മള് ഒഴിവാക്കി കളയും. അപ്പൊ എന്താണ് അതിന് ഫിൽട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ ഇൻപുട്ട് സെക്ഷനകത്ത് ആന്റിനി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിസീവറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ലോ ഫ്രീക്വൻസി ആയിരിക്കും, ലോ ഫ്രീക്വൻസി ഹൈ എനർജി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽ ആയിരിക്കും ഇതിന്റെ റിസീവറിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിനകത്ത് കൊടുത്തു. ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്ന, വൺ എനർജി കൺവേർട്ടിംഗ് ടു അനദർ എനർജി അല്ലെ. അപ്പൊ ഇവിടെ ലോ ഫ്രീക്വൻസി ഹൈ എനർജി ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ത് ചെയ്യും, നോൺ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ഡയഗ്രാം എന്ന് അതിലെ എക്സ്പ്ലനേഷൻ. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷന്റെ ക്ലാസിഫിക്കേഷൻ. അതാണ് ഇതാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെ. ഇപ്പൊ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് യൂണി ഡയറക്ഷണൽ ഓർ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അടുത്താണ് നാച്ചർ ഓഫ് ഇൻഫോർമേഷൻ. പിന്നെ എന്താണ് ടെക്നിക് ഓഫ് ട്രാൻസ്മിഷൻ. ഈ യൂണി ഡയറക്ഷണൽ ഓർ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനെ 3 ക്ലാസ് ചെയ്യുന്നുണ്ട്. സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുള്ള് ഡ്യൂപ്ലക്സ്. ഓക്കെ, നാച്ചർ ഓഫ് ഇൻഫോർമേഷൻ അനലോഗ് ആയിരിക്കാം, ഡിജിറ്റൽ ആയിരിക്കാം. ഇനി ടെക്നിക് ഫോർ ട്രാൻസ്മിഷൻ ബേസ് ബാൻഡ് ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ യൂസിങ് മോഡുലേഷൻ. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് യൂണി ഡയറക്ഷൻ അല്ലെങ്കിൽ ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണി ഡയറക്ഷണൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ റേഡിയോ, TV അല്ലെ. റേഡിയോ TV നമ്മളോട് എന്താണ് ഇൻഫോർമേഷൻ തരികയാണ് ചെയ്തത്. നമുക്കൊരു ഇൻഫോർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താണ് യൂണി ഡയറക്ഷൻ എന്ന് പറയുന്നത്. ബൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോണ്, മൊബൈൽ ഫോണ് ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സിംപ്ലക്സ് എന്ന് പറയുന്നത്, എന്താണ് സിംപ്ലക്സിന്റെ പ്രത്യേകത, യൂണി ഡയറക്ഷൻ ആണ്, വൺ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വൺ ഡയറക്ഷണൽ ആണെങ്കിൽ അതിനെ നമ്മൾ സിംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഡയറക്ഷൻ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. എക്സാമ്പിൾ എന്താണ്, TV, റേഡിയോ, ഇതൊക്കെ എന്താണ് സിംപ്ലക്സിന് എക്സാമ്പിൾ. ഇനി ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ബൈ ഡയറക്ഷൻ. ഫുൾ ഡ്യൂപ്ലക്സ് എന്താണ്, ബൈ ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും എന്താണ് ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണെന്ന് ഹാഫ് ഡ്യൂപ്ലക്സും ഫുൾ ഡ്യൂപ്ലക്സും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാല്, ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാല് അറ്റ് എ ടൈം വൺ ഡയറക്ഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഒരു ടൈമിൽ എന്തായിരിക്കും, ഒരു ഡയറക്ഷൻ മാത്രം കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയാലും പോലീസിനുള്ള വയർലെസ് സിസ്റ്റം അല്ലെ. വയർലെസ്സിൽ ഒരു ടൈമിൽ എന്തെങ്കിലും അങ്ങോട്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങോട്ട് തിരിച്ച് ഇൻഫോർമേഷൻ പാസ് ചെയ്യും. ഇതിനെയാണ് നമ്മള് ഹാഫ് ഡ്യൂപ്ലക്സ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അറ്റ് എ ടൈം വൺ ഡയമെൻഷൻ, അറ്റ് എ ടൈം എന്താണ് വൺ ഡയറക്ഷൻ ഓൺലി, വൺ
ഡയറക്ഷൻ മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. വാക്കി ടോക്കി എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാഫ് ഡ്യൂപ്ലക്സ്. ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നതായിരിക്കും അറ്റ് എ ടൈം ടു വേ കമ്മ്യൂണിക്കേഷൻ എന്താണ് പോസിബിൾ ആണ് കേട്ടോ. അറ്റ് എ ടൈം ടു വേ ഓക്കെ ടു വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ഫുള്ള് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ എക്സാമ്പിൾ എന്താണ് മൊബൈൽ ഫോൺ ഓക്കെ മൊബൈൽ ഫോൺ ഓക്കെ ഈ ഫോണൊക്കെ എന്താണ് ഫുൾ ഡ്യൂപ്ലക്സിന് എക്സാമ്പിൾ ആണ് ഓക്കെ. ഇനി നമ്മൾ ഇൻഫോർമേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഈ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അനലോഗ് ആണ്. അപ്പൊ അനലോഗ് ഫോം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അനലോഗ് കമ്മ്യൂണിക്കേഷൻ. ഇനിയിപ്പോ എന്താണ് നമുക്കറിയാം ഇനി അനലോഗ് ഫോമിനെ നമ്മൾ എന്ത് ചെയ്യും ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്താ ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ അനലോഗ് ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് ഓക്കെ. ഇനി അടുത്ത ടെക്നിക്കാണ് ബേസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് ഫോം ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ ട്രാൻസ്മിഷന് ശേഷമുള്ള ഔട്ട്പുട്ട് ഉണ്ടാവും. അത് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബേസ് ബാൻഡ്. നമ്മളിപ്പോ ഓഡിയോ സിഗ്നൽ ആണ് എന്താണ് 20 കിലോ ഹെർട്സ് ആണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി ഡയറക്റ്റ് മോഡുലേറ്റ് ചെയ്യാതെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് മോഡുലേഷൻ ചെയ്തതിനു ശേഷം അത് കുറെ തരത്തിലുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫ്രീക്വൻസിന്റെ ഫേസ് ഉണ്ട് അല്ലെ. ഇതാണ് അനലോഗ് മോഡുലേഷന്റെ കേസുകൾ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവത്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസിങ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് എ സിഗ്നൽ ഓക്കെ. നമ്മൾ നാച്ചർ നോക്കുമ്പോൾ സിഗ്നൽ അനലോഗ് ആവാം ഡിജിറ്റൽ ആവാം ഓക്കെ. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടിന്യൂസ് സിഗ്നൽ അല്ലെ. അപ്പൊ നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. കണ്ടിന്യൂസ് വേവ് ഉണ്ട്, പൾസും ഉണ്ട് ഓക്കെ. ഇവിടെ നമ്മള് കണ്ടിന്യൂസ് വേവ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടിന്യൂസ് വേവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേവിനെ നമ്മൾ കണ്ടിന്യൂസ് വേവ് എന്ന് പറയുന്നത്. പൾസ് എന്ന് പറയുന്നതാണ് ട്രെയിൻ ഓഫ് പൾസസ്. ഇതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത് ഓക്കെ. ഇങ്ങനെ വേവ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് വേവും പൾസ് വേവ് എന്ന് പറയുന്നത് ഓക്കെ. ഇതിനുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മള് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 to 20 കിലോഹെർട്സ് എന്ന ലോ ഫ്രീക്വൻസി സിഗ്നലാണ് കിട്ടുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് അയക്കുന്നത് ഓക്കെ. ആ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനകത്തേക്ക് ഇൻഫോർമേഷൻ ഇൻപുട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ നമ്മളെന്താ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഇവിടെ ഈ ഒരു സിഗ്നലാണ് അതിനെ നമ്മൾ കണ്ടിന്യൂസ് വേവ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറഞ്ഞാല് ഈ ഒരു പൾസ് ആണെങ്കിൽ അതിനെ നമ്മൾ പൾസ് കണ്ടിന്യൂസ് വേവ് പൾസ് അനലോഗ് വേവ് എന്ന് പറയുന്നത് ഓക്കെ. അങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് ഓക്കെ. അവിടെ നമ്മൾ രണ്ടും അനലോഗ് ആണ്. അതായത് കണ്ടിന്യൂസ് വേവ് എന്ന് പറയുന്നത് സൈൻ വേവ് ആണ്. ഇവിടെ എന്താണ് പൾസ് വേവ് ആണ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് വേവിനനുസരിച്ചിട്ട് അതിന് AM FM PM എന്ന് പറയും. എന്താണ് AM എന്ന് പറഞ്ഞാല് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും ഓക്കെ. ഇനി FM എന്ന് പറയുന്നതായിരിക്കും ഫ്രീക്വൻസി മോഡുലേഷൻ ഇനി PM എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് മോഡുലേഷൻ ഓക്കെ. അപ്പൊ കണ്ടിന്യൂസ് വേവ് AM ഉണ്ട്, FM ഉണ്ട്, PM ഉണ്ട്. ഇനി അടുത്താണ് പൾസ് എന്ന് പറയുന്നത് PAM എന്ന് പറഞ്ഞാൽ എന്താണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓക്കെ. ഇനി PWM എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഓക്കെ. ഇനി PPM എന്ന് പറഞ്ഞാല് പൾസ് പൊസിഷൻ മോഡുലേഷൻ PPM എന്ന് പറഞ്ഞാല് പൾസ് പൊസിഷൻ മോഡുലേഷൻ ഓക്കെ. ഇതിനാണ് കണ്ടിന്യൂസ് വേവ് എന്ന് പറയുന്നത് ഓക്കെ. ഇവിടെ അനലോഗ് സിഗ്നൽ ആണ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് ഉണ്ട്,
പൾസ് ഉണ്ട്. ഓക്കെ, ഈ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ഫോം മാത്രം പഠിക്കുക. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ, പി എന്ന് പറഞ്ഞാൽ ഫേസ്. പി എന്ന് പറഞ്ഞാൽ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ. ഇവിടെ പി സി എം എന്നാണ്. അപ്പൊ പി സി എം എന്ന് പറഞ്ഞാല് പ്യുവർ ഡിജിറ്റൽ ആണ്. പൾസ് കോഡ് മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് ഡി എം. അതിനാണ് നമ്മൾ ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയും. ഡി എം എന്ന് പറഞ്ഞാല് ഡെൽറ്റ മോഡുലേഷൻ, ഡെൽറ്റ മോഡുലേഷൻ. ഓക്കെ, ഇനി അടുത്താണ് ഡെൽറ്റ മോഡുലേഷൻ എ ഡി എം, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. എ ഡി എം എന്ന് പറഞ്ഞാല് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് മോഡുലേഷൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്ത് നോക്കേണ്ട പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ ആണ്. ഇത് മൂന്ന് എന്താണ്? പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കും ക്വസ്റ്റ്യൻ ആയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ? PAM, PWM, PPM, PCM തരും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് PCM ആണെന്ന് ഡിജിറ്റൽ മോഡുലേഷൻ. ബാക്കിയൊക്കെ എന്താണ്? അനലോഗ് മോഡുലേഷൻ തന്നെയാണ് കേട്ടോ. അനലോഗ് ഇൻ നേച്ചർ ആണ്. ഇത് ഓർത്ത് വെക്കുക.